ഓടിപ്പോയോ? ഓ ഫ്രെയിം വെച്ച് போய் படிக்க கொண்டாட்டு இருந்தாங்க. குப்பைகளை தூக்கி தெருத்த போட்டுட்டு இருந்தாங்க. என்னை பெற்ற என்ன தூக்கி எறிஞ்சிட்டா. அச்சமில்லை அச்சமில்லை அச்சம் என்பதில்லையே. இச்சகத்து உள்ளோர் எல்லாம் எதிர்த்து நின்ற போதிலும் அச்சமில்லை அச்சமில்லை அச்சம் என்பதில்லையே. துச்சமாக எண்ணி நம்மை தூர செய்த போதிலும் அச்சமில்லை அச்சமில்லை அச்சம் என்பதில்லையே. உச்சி மீது வானிடிந்து வீழுகின்ற போதிலும் அச்சமில்லை அச்சமில்லை அச்சம் என்பதில்லையே. ഹായ് എൻജോയ് ചെയ്യട്ടെ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ രജനി സാർ മമ്മൂക്ക കമ്പോയിൽ വന്ന തലപതി മൂവിയിലെ ആ സോങ്ങിന് ശേഷമുള്ള സീനാണ്. സുന്ദരി കണ്ണാൽ ഒരു സേതി അല്ലെ, അതിനുശേഷമുള്ള അവര് മനോഹരമായിട്ടുള്ള. പക്ഷെ ഇതുവരെയായിട്ട് എന്താ പറയാ മൂവി അങ്ങോട്ട് പറയല്ലേ മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ട് കടന്നിട്ടില്ല തോന്നുന്നു. കാരണം ഇതുവരെ കണ്ട സംഭവങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരെ പറ്റിയിട്ടൊന്ന് പറഞ്ഞു തന്നേക്കാണ്. എല്ലാവരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറയാ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സംഭവം ഒന്നും കൂടി ബോണ്ടാവുന്ന സാധനങ്ങളൊക്കെ നന്നായിട്ട് കാണിച്ചു. ആ ഒരു ഇന്റൻസ് സംഭവത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് നോക്കാം. തുടങ്ങിയാലോ? റെഡി അല്ലേ? മെല്ലെയാണ് പോണത്. മെല്ലെയാണ്, സ്ലോ ആയിട്ടാ പോകുന്നത്. തുടങ്ങിയാലോ? എന്തോ ഒരു സീനാണ്. കാണിച്ചിട്ടില്ലല്ലോ, ഫസ്റ്റ് ഇൻട്രോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എവിടെ പോണു? ആള് നാട്ടുകാർക്ക് നല്ലതാന്ന് തോന്നുന്നല്ലേ അല്ലേ? ഫസ്റ്റോടത്തിന്റെ ക്യൂട്ട്നെസ് എല്ലാം ഉണ്ട് അല്ലേ? അവള് ചാക്കോച്ചനെ പറയുമ്പോൾ എവിടെ പോണു? ഇങ്ങോട്ട് വരാണ് സ്ഥലം. പക്ഷെ എന്താണ് ആള് ജോലി എന്താ മനസ്സിലാവുന്നില്ല. ഇല്ല, ഇത് അമരീഷ് പുരി. தேவராஜ் 19 வருஷம் ஆச்சுல்ல, எப்படி இருக்கு? ஆண்டவருக்கா நல்ல மனுஷங்க சுத்தி இருக்காங்க. எனக்கு என்ன, நீங்க முன்ன மாதிரி இல்லப்பா. எல்லாத்துக்கும் பொறுமையா காத்துட்டு இருக்க வேண்டியிருக்கு. வயசாயிடுச்சு இல்ல, சாவுக்கு காத்துக்கிட்டு இருக்கு. யார் சாவுக்கு? தேவராஜ், நீ மாறவே இல்லை. ஞாபகம் இருக்கா? பழசெல்லாம் மறக்கல இல்ல, எதையுமே மறக்கல. யார் சாவுக்கு? நீ நல்லா இருக்கணும், 100 வருஷம் வாழணும். ஓ, உங்க ஆசீர்வாதம். ഡിഫറെന്റ് ആയിട്ട് അമരീശ്വരി ലുക്ക് തന്നെ മാറ്റിക്കളഞ്ഞല്ലേ? യൂഷ്വൽ ലുക്ക് അല്ല, നല്ല രസമുണ്ട്. സ്ഥിരം ഫോർമാറ്റ് പിടിക്കാണ്ട്. പക്ഷെ വില്ലന്നുണ്ട്. മനസ്സിലാവുന്നില്ല, പക്ഷെ വില്ലന്നുണ്ട്. പോലെ ഉണ്ട്. ഒരു ധ്രുവം ഫീൽ അടിക്കുന്നു ഈ ഷോട്ടൊക്കെ. ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ്? കൂടെയുള്ളവരൊക്കെ ഓടിപ്പോയോ? കുത്തി അത് മനോജ് കെ ജനൊക്കെ പോയറിയോ? ഓടിപ്പോയറിയോ പെട്ടെന്ന്? ചീട്ടാണോ നീ മനോജ് കെ ജനൊക്കെ? ആ, പ്രത്യേകിച്ച് നേരത്തെ തളവിനെ കൂടെ കൂട്ടിയത് ഇഷ്ടപ്പെട്ടില്ല. രജനി സാറിന്റെ കൂടെ കൂട്ടിയത് അവിടെ ഉണ്ടായിരുന്നില്ല ഒരു ഫേസില്. ഓ
നല്ലോണം വെട്ടിയിട്ടുന്നുണ്ടല്ലോ. ഇല്ല, മറ്റേ ഡ്രൈവറിന് അല്ലേ? ഡ്രൈവർ അകത്തുണ്ടായിരുന്നില്ല, പുറത്തായിട്ട്. സ്റ്റിൽ ആൾ അവിടുന്ന് മാക്സിമം ശ്രമിക്കുന്നുണ്ടാവും. അയ്യോ ഇവരെവിടെ പോയത്? അമ്പലത്തിലോ? ഓ, മൊത്തത്തില് പണി. ആ മറ്റേ ഡ്രൈവർ ഓടിയിരുന്നു. പക്ഷേ ക്യാരക്ടർ ഭയങ്കര സ്ട്രോങ് ആട്ടാ. അവിടെയുള്ളവരൊക്കെ വെട്ടിയോ ആളെന്നെ? മമ്മൂക്ക തന്നെ അടിക്കാൻ വന്നവരൊക്കെ മാക്സിമം ചെയ്തിട്ടുണ്ട് കേട്ടോ തിരിച്ച്. പക്ഷെ ആൾക്കാരൊക്കെ ഓടിപ്പോയില്ലേ? ആ ബിസിനസ് വരെ വൈകി. ചുമ്മാ ആവല്ലോ തോന്നുന്നു. നേരെ തിരിഞ്ഞൊരു സംഭവമായിപ്പോ അല്ലേ? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇപ്പുറത്താണ്. കർണൻ എന്തെങ്കിലും പറ്റുന്നുള്ളതല്ല, പക്ഷെ ദുര്യോധന നോക്കുന്ന സംഭവം. ജീവനുണ്ട്. ജീവനുണ്ട്. ഓ എന്താ ഫ്രെയിം? അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്ന വിചാരിച്ചില്ല. கஷ்டம் 14 இடத்துல குத்தி இருக்காங்க. ഓ உழைக்கிறது ரொம்ப கஷ்டம். உழைக்கணும். നൂറ് വർഷം എന്നൊക്കെ പറഞ്ഞിട്ട് അമരീഷ് പുരി പോയ ഡയലോഗ് ഉണ്ടായിരുന്നു അവിടെ തന്നെ. ഡയലോഗ് ഉണ്ടായിരുന്നു. ഡോക്ടറല്ല, അവനെ മുടിവ് പണിട്ടാ. ഇവരെല്ലാം ഓടിപ്പോയത്. ആ ചീറ്റ് ചെയ്തു. தேவராஜ் சாகலையா? படைச்சிட்டான். இப்ப என்னையா பண்றது? ചതിച്ചതാണ്. நான் இருக்கேன் லட்சுமிமுகம். ஐயா அவங்க பயப்படாது, நான் பாத்துக்கிறேன். ഇവർക്ക് പണിയാണ്. உன் பேர் என்ன சொன்னேன்? மனோகரன். இதெல்லாம் முடிகிற வரைக்கும் மனோகரன் ஜாக்கிரதையா பாத்துக்க. கொஞ்ச நாளைக்கு வெளியூருக்கு அனுப்பி வை. ஷண்முகம் அவனை விட்டுடு. அவனை உயிரோட விட மாட்டாங்க. തലവിധി വിട്. അവൻ തലവിധിയാണ്. ഇപ്പഴത്തെ എന്തോ സീൻ നടക്കുന്നുണ്ടല്ലോ. ഇങ്ങോട്ട് വരുന്നതാണ് ഇനി. ആ
പക്ഷെ എന്താ മറ്റേ പോലീസൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയും വെയിറ്റ് ചെയ്യും ചേട്ടൊന്ന് വെയിറ്റ് ചെയ്യും വരട്ടെ. വെൽക്കം ടു ഡിസ്ട്രിക്ട് സർ. താങ്ക് യു. ബൈ. ഡിസ്ട്രിക്ട് എന്നല്ല പറഞ്ഞത്. எல்லாம் சரியாயிடும். எனக்கு தெரியும் தேவமிலுக்கை வச்சு என்ன ஆகும்னு. எல்லாருக்கும் காட்டணும். நான் காட்டுறேன். ഓ പണി പണി. ഓക്കെ. പക്ഷെ ഇപ്പുറത്തെ പോലെ എന്തോ കാണിക്കുന്നുണ്ട് ഒരേ സമയം. തീർന്നു. ഷൺമുഖല്ലേ? ഓ ഉറപ്പല്ല. ഫ്രെയിം പക്ഷെ ഓ മറ്റവരല്ലേ അത്? അച്ഛൻ ശ്രീദേവന്റെ അല്ലേ? അച്ഛക്ക് കൊടുത്തു. ആ പച്ചക്കുളത്താണ്. പക്ഷെ രണ്ട് ഷോർട്ടായിട്ട് കാണിക്കുന്നുണ്ടോ കൊണ്ടുപോയി ഒരേ സമയം? എന്റെ മക്കളല്ലേ? ആൾക്കിനി മനസ്സിലായോ? അതോ എങ്ങനെ? അല്ലെങ്കിൽ വെറുതെ ഇൻസിഡന്റ് കണ്ടത് അങ്ങനെ നോക്കിയിരിക്കുന്നത്? എങ്ങനെ മനസ്സിലാവും? ആ ഞാനത് ഇങ്ങനെ നോക്കുന്നു. എന്തോ നല്ല സ്ഥലത്ത് വെച്ചിട്ട് എഴുതുക. ട്രാക്ക് മാറിയല്ലോ. ആ பேர் என்ன? ஷண்முகம். வீட்டுக்கு இன்ஃபார்ம் பண்ணிட்டீங்களா? இன்ஃபார்ம் பண்ணியாச்சு சார். இன்வெஸ்டிகேஷன் ஸ்டார்ட் பண்ணியாச்சா? இல்ல சார். ஏன்? விட்னஸ் இல்ல சார். எப்படி? பட்ட பகல்ல நடு ரோட்ல எல்லாரும் முன்னாடி நடந்திருக்கு. ஒரு ஆள் கூட பார்க்கல. பார்த்தாங்க சார், ஆனா சொல்ல மாட்டாங்க. ஓ ஏன்? வை? பயம். யார பார்த்து? தேவராஜ், சூர்யா. இதுக்கு முன்னாடி இங்க இந்த மாதிரி நிறைய நடந்திருக்கு. இதுக்கப்புறம் நிறைய நடக்கும். 1000 பேர் என்ன பார்த்துட்டு இருப்பாங்க. ஆனா ஒரு ஆள் கூட பார்த்து சாட்சி சொல்ல மாட்டான். இங்க ஒரு ஆள் உயிரோட இருந்தார். இப்போ இல்ல, எரிச்சிட்டாங்க. உயிரோட எரிச்சிட்டாங்க. இதெல்லாம் பார்த்து நம்ம சும்மா வைக்க போறோம்? சாட்சி இல்லையே. யார் செஞ்சாங்கன்னு தெரியுது. ஆனா கோர்ட்ல நிக்க வச்சு உள்ள தூக்கி போட்டு சாட்சி இல்ல. ஒரு ஆள் கூட சாட்சி சொல்ல மாட்டான். இருந்த போதுமே, மற்றதெல்லாம் நான் பார்த்துப்பேன். இங்க நடந்த அநியாயத்தை நான் பார்த்தேன். செஞ்சவனை நான் அடையாளம் கட்ட முடியும். கோர்ட்ல வந்து சாட்சி சொல்ல முடியும். நிச்சயமா நிச்சயமா. இதோ நீங்க கேட்ட சாட்சி போதுமா? உன் பேர் என்ன? குமார். അച്ഛനല്ലേ? അല്ലേ? வயசு 36. அப்பா அம்மா பேரு? அப்பா பேர் மாணிக்கம், அம்மா பேர் பார்வதி. உன் பேரு? லோகநாத். வயசு 42. அப்பா பேர் செல்லத்துறை, அம்மா பேர் காந்திமதி. உன் பேர் என்ன? இளங்கோ. வயசு? 27. அப்பா அம்மா? அப்பா பேர் கரிகாலன், அம்மா பேர் தங்கம். ഉം. பேர் என்ன? சூரிய. வயசு? 32. அப்பா பேரு? அப்பா பேர் என்ன? அம்மா
മനസ്സിലായി. നല്ല ഫ്രെയിം കാണിച്ചത്. കുറച്ചുകൊണ്ട് இப்ப நீங்க வந்து அடையாளம் காட்டலாம் சார். അല്ലെന്ന് പറയുന്നു. ഡൗട്ട് ഉണ്ട്. செஞ்சது தான் தானே? சொல்லுங்க சார். தெரியல. இன்னொருத்தர் நல்லா பார்த்து சொல்லுங்க சார். தெரியல சார். நல்லா பார்த்து சொல்லுங்க சார். இல்ல எனக்கு சரியா ஞாபகம் இல்லை சார். என்னால நிச்சயமா சொல்ல முடியல. சாரி. അവിടെ ഒരു ചോദിക്കും മമ്മൂക്കയുടെ ബാക്ക് அச்சமில்லை அச்சமில்லை அச்சம் என்பதில்லையே, இச்சகத்து உள்ளோர் எல்லாம் எதிர்த்து நின்ற போதிலும் அச்சமில்லை அச்சமில்லை அச்சம் என்பதில்லையே, துச்சமாக எண்ணி நம்மை தூர செய்த போதிலும் அச்சமில்லை அச்சமில்லை அச்சம் என்பதில்லையே, உச்சி மீது வானிடிந்து வீழுகின்ற போதிலும் அச்சமில்லை அச்சமில்லை அச்சம் என்பதில்லையே. ഫസ്റ്റ് മൂവി தண்ணீர் நிக்க வச்சு சொல்லி கொடுத்தீங்களேப்பா. என்னாச்சு? உங்களுக்கு ஒரு பொண்டாட்டி இருக்காங்க, ஒரு புள்ள நான் இருக்கேன். அந்த தேவராஜ் சூர்யா எங்களை ஏதாவது பண்ணிடுவாங்க என்ற பயமா? இச்சகத்துள்ளோர் எல்லாம் எதிர்த்து நின்ற போதிலும் அச்சமில்லை அச்சமில்லை அச்சம் என்பதில்லையே. என் அப்பாவுக்கு பயமா? കിട്ടു പൊളി പൊളി, രക്ഷയില്ലാത്ത സീന്. அப்போ உனக்கு என்ன வயசு இருக்கும்? ചോദിക്കുന്നുണ്ടല്ലോ. 14 வயசு இருக்கும். இன்னைக்கு இதை பட்டியல பழசியும் வேண்டாத்தையும் தூக்கி எறிஞ்சிட்டு இருந்தாங்க. புதுசா பிறந்த குழந்தை தூக்கி எறிஞ்சிட்டு குட்ஸ் வண்டியில ആള് പക്ഷെ ഭയങ്കര മനസ്സിലാക്കുന്നൊരു ഹസ്ബൻഡാണ്. ചെറിയൊരു കണക്ട് അങ്ങനെ അടുത്തേക്ക് ചെയ്യാം. കിഡു സീനായിരുന്നു. അതായത് ഇതുവരെയും നമ്മൾ കണ്ടതില് ഫസ്റ്റത്തെ സീൻ ഗംഭീരായിരുന്നു. അതിനുശേഷം വരുന്ന സെക്കൻഡ് ഗംഭീര സീനാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അതിനകത്ത് കുറെ ക്യാരക്ടേഴ്സ് ഇൻവോൾവ് ആയി. അതായത് യൂഷ്വലി കാണുന്ന സംഭവത്തിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസം വന്നു. പ്രത്യേകിച്ച് അരവിന്ദ് സ്വാമിയുടെ ഫസ്റ്റ് മൂവിയാണ്. പക്ഷെ അത് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങയുടെ വേറെ മൂവി ഒന്നും കണ്ടിട്ടില്ല. മറ്റേത് കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ട തനിയൊരുവനാട്ടോ, വില്ലനായിട്ട് വന്നിട്ടുള്ള ഒരു രക്ഷയില്ലാത്തത്. അതിന് മുന്നേ ബോംബെ അല്ല, റോജ ഞാൻ കണ്ടേക്കുന്നത്. പക്ഷെ അതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനകത്ത്. കാരണം ആ ഡയലോഗ് ഫസ്റ്റ് നമ്മൾ അറിയില്ലേ, ഫസ്റ്റ് മൂവി ചെയ്യുമ്പോൾ ആ ഒരു ഭയങ്കര ഒരു ജോഷ് ആൻഡ് വീര്യമുണ്ട്. ഫസ്റ്റ് മൂവി ഞാൻ തോന്നുന്നില്ല അങ്ങനത്തെ ഒരു പെർഫോമൻസ്. ആ ഡയലോഗ് ഡെലിവറിയിലൊക്കെ അല്ലേ ഭയങ്കര, ആ കണ്ണായാലും ഭയങ്കര തീക്ഷ്ണതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം രജനി സാറായാലും മമ്മൂക്കയായാലും ഈ സീനിൽ അവരെല്ലാരും, ആ ഗീതയടക്കം എല്ലാരും പൊളിച്ചടുക്കിയ ഒരു സീനായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു നമ്മളെ മനോജ് കേജ് നമുക്ക് തോന്നിയായിരുന്നു ഫസ്റ്റ് മുതലേ ചെറിയൊരു സ്ഥലത്ത്. പ്രത്യേകിച്ച് എവിടെയാണെന്നറിയോ, നമ്മളെ ഈ മമ്മൂക്ക രജനി സാറിനെ കെട്ടിപ്പിടിച്ചിട്ട് ഇത് എന്റെ തളപതി തോഴെന്ന് പറയുമ്പോൾ ചെറിയൊരു ഷോർട്ട് ഫ്രെയിമിൽ കാണുന്നുണ്ട്. മനോജ് കേജിന്റെ ഫേസിൽ അത്ര രസം ഉണ്ടായിരുന്നില്ല.
അപ്പോഴേ ഡൗട്ട് അടിച്ചായിരുന്നു. അപ്പൊ അതാണ്. പക്ഷേ ഇപ്പൊ എന്താ സംഭവിച്ചേക്കെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അരവിന്ദ് സ്വാമിക്ക് ഏകദേശം ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ട് അച്ഛൻ കള്ളം പറഞ്ഞാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇനിയിപ്പോ സൂര്യനെ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് എങ്ങനെയെങ്കിലും പൂട്ടാനും സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതുവരെ കാണിച്ച അരവിന്ദ് സ്വാമിയുടെ ക്യാരക്ടർ വെച്ചിട്ട് ആള് നല്ല കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പം ആ ഒരു ഉയര് പോയതുകൊണ്ട് അവിടെ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് എന്തായാലും അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നന്നായിട്ട് പണി കൊടുക്കാനുള്ള സാധ്യത. ഏകദേശം അച്ഛൻ അറിഞ്ഞു മകനാണ് എന്നുള്ള ഒരു കൺഫേം ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചത്, പണ്ടത്തെ കാര്യങ്ങൾ. അപ്പൊ ശ്രീവിദ്യ മാം പറയുകയും ചെയ്തു ഇങ്ങനെ ഗുഡ്സ് ട്രെയിനിലാണെന്നൊക്കെ, ഗുഡ്സ് വണ്ടിയിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഇനി എനിക്ക് തോന്നുന്നത് ഇനി ആ ഒരു മൊമെന്റും മൂവിയിൽ വരാൻ സാധ്യതയുണ്ട്. ഇത് എല്ലാം കൂടി നമ്മൾ പറയില്ലേ ഇമോഷണൽ മൊമെന്റ് ആയിരിക്കാം. പക്ഷെ അതായത് റിലേഷൻ ആണോ അല്ലെങ്കിൽ എന്താ പറയാ എന്താന്നുള്ളതല്ലേ, അതായത് ഭയങ്കര ഇപ്പൊ കണ്ട സീനിൽ തന്നെ നമ്മളൊരു എന്താ പറയാ കുറെ സാധനങ്ങൾ ഒരുമിച്ച് കണ്ടൊരു ഫീല്. കാരണം ഇമോഷൻ ഉണ്ട്, മാസ് ഉണ്ട്, ക്ലാസ് ഉണ്ട്, എല്ലാം കൂടിയുള്ള പെർഫോമൻസസ് ഉണ്ട്, എല്ലാം കൊണ്ട് ഒരു രക്ഷയില്ലാത്ത സീൻ. ഇനി അടുത്ത സീനിൽ ശരിക്കും നമുക്കിത് കണ്ടിന്യൂസ് അങ്ങനെ ചെയ്യാൻ തോന്നുന്നൊരു ഫീലാണ് ഉള്ളത്. അടുത്ത സീൻ അങ്ങനെ തന്നെ കാണാൻ വിചാരിച്ചു, പക്ഷെ നീളം കൂടുന്നുണ്ടാണ്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത സീൻ നമുക്ക് വരാതിരിക്കും.